ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ശിവാനിയെ വീട്ടിൽ കയറ്റിയതിന് ശേഷം പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശിവാനിയുടെ ഉള്ളിൽ പകയാണ്. അവളുടെ ഒരു രാജകീയ ജീവിതം, എന്തൊരു ജീവിതമാണ് അവൾ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു പറച്ചിലും കാട്ടിക്കൂട്ടലേക്കാണ് കേട്ടോ. അങ്ങനെ നിധി അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് നിധി ഇങ്ങനെ പ്രണവിനോട് പറയാണ്, എടാ നീ എനിക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്തെന്നില്ല, അത് തന്നെ വലിയൊരു ഉപകാരം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചിയുടെ അമ്മയുടെ കൂടെ ഊണൊക്കെ കഴിച്ച് പോന്നാൽ പോരെ. അതൊന്നും വേണ്ട, കാരണം അത് എൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അവിടെ വസുന്ധര മാഡം എന്നോട് പറഞ്ഞത് നിൽക്കണ്ട എന്നല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ നിന്ന് കഴിഞ്ഞ് വെറുതെ ഒരു പ്രശ്നത്തിന് ഇട കൊടുക്കണ്ടല്ലോ. പാർവൻ്റിക്കും ബുദ്ധിമുട്ടാണ്, നിനക്കും ബുദ്ധിമുട്ടാണ്, അത് വേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങിയതെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ശിവാനിയുടെ അടുത്തോട്ട് രേണുക ചെല്ലാണ്. അങ്ങനെ എടി, നീ ഒറ്റൊരുത്തി കാരണമല്ലേ ഇന്ന് അവൾക്ക് ഈ ജീവിത സുഖം കിട്ടിയത്. ഇനി അമ്മ എനിക്കത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് രേണുകയോട് ശിവാനി പറയുമ്പോൾ പറയാണ്, എന്തായാലും ഗൗതമിനെയും അവളെയും പിരിക്കാനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? അതെ, അവിടുത്തെ ആ വസുന്ധരയില്ലേ, ആ വസുന്ധരയും ഞാനും കൂടി ഒത്തിട്ടാണ് ആ പരിപാടി ചെയ്യുന്നത്. എന്തായാലും അവരുടെ ജീവിതം ഇനി അധികം ഇല്ല, പെട്ടെന്ന് തീരുമെന്ന് പറയാനായിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശിവാനിക്ക് ഒത്തിരി സന്തോഷമാവാണ്. എന്നാൽ ഈ സമയം ഗൗതമിൻ്റെ ഉള്ളിൽ വലിയ സങ്കടമാവണിട്ട്. താൻ ചെയ്ത പ്രവൃത്തി ഒട്ടും ശരിയായില്ല. നിധി ഫോണ് എത്ര തവണയായി വിളിച്ചപ്പോൾ അവളോട് നല്ല രീതിയിൽ സംസാരിച്ചില്ല. അതുകൊണ്ട് തന്നെ നിധി അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. ആ മിഥുൻ എന്ന് പറയുന്നവൻ തെറ്റായത് എനിക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അവൾ അങ്ങനെയല്ല, അവളുടെ ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടറല്ല. അതുകൊണ്ട് അവൾക്ക് വിളിക്കട്ടെ, അവളോട് ചോദിക്കട്ടെ, അവനെ അറിയോ എന്നൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം വണ്ടിയിൽ നിന്ന് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി ഇത് അറിയുന്നില്ല. കാരണം നിധി ഫോൺ സൈലൻറ്റിലാക്കിയത് കൊണ്ട് തന്നെ നിധി ഫോൺ അടിക്കുന്നതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഗൗതം ഒത്തിരി തവണ വിളിക്കുന്നുണ്ട്, നിധി നീ ഫോൺ എടുക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നിധി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഗൗതം ആ ഫോണിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. ആ ഉമ്മ തൻ്റെ ഭാര്യയായ നിധി അത് വാങ്ങുന്നുണ്ട് എന്നൊരു തോന്നലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. അവരുടെ ഇടയിൽ ഒരു സ്വപ്നം പോലെ ആവുകയാണ്. താൻ ഫോണിലൂടെ കൊടുക്കുന്ന ഉമ്മ അങ്ങ് കാറ്റത്ത് പാറി വന്നതുപോലെ എൻ്റെ നെഞ്ചിലോട്ട് കയറ്റുന്ന ആ നിധി, അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നീട് കുറേ കഴിഞ്ഞ് പ്രണവിനോട് പറയാണ്, എന്തായാലും ശിവാനിക്ക് നല്ലൊരു മാറ്റമുണ്ട്, അവൾ നന്നായാൽ മതിയായിരുന്നു, ഇനി അവളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും വരാതെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രണവിനോട് പറയുന്ന സമയത്ത് തൻ്റെ ഫോൺ എടുത്ത് നിധി നോക്കുമ്പോൾ അതിൽ ഗൗതം ഒരുപാട് തവണ വിളിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഗൗതം വിളിച്ചിരിക്കുന്നത് കണ്ട നിധി പറയാണ്, അയ്യോ ഗൗതം സാർ എനിക്ക് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാൻ ഒരുങ്ങുമ്പോഴായിരിക്കും കേട്ടോ ഗൗതമിന് ഇപ്പുറത്ത് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതായത് മിഥുൻ ആരും അറിയാതെ ഗൗതമിൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വണ്ടി ആക്സിഡൻ്റ് ആവുകയാണ്. അങ്ങനെ ഗൗതം ആ കാറിൽ നിന്ന് തെറിക്കുകയാണ്. ഗൗതമിൻ്റെ തലക്ക് വലിയൊരു പരിക്കേൽക്കാണ്. ഇതൊക്കെ കണ്ട് മിഥുൻ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. എൻ്റെ ആവശ്യം വസുന്ധര പറഞ്ഞതല്ല, ഇവൻ എന്നേക്കുമായി ഇല്ലാതാവുക എന്നുള്ളതാണ്. നിധിയെ എനിക്ക് സ്വന്തമാക്കണമെന്ന് മിഥുൻ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം ഈ ആക്സിഡൻറ്റ് പറ്റി ചോരയിൽ കുളിച്ച് കിടക്കുമ്പോൾ ആളുകളെല്ലാം ഓടി വരണം, ഇത് ആരാണ് എന്തായാലും പെട്ടെന്ന് പോലീസിനെ അറിയിക്കാൻ നല്ലത്. അപ്പോഴേക്കും പോലീസ് അവിടെ എത്തുകയാണ്. പോലീസ് എത്തി നോക്കുമ്പോൾ ഇത് അയ്യോ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണല്ലോ, ഗൗതം സാറാണല്ലോ, അയ്യോ ഇയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് ഗൗതമിനെ വാരിയെടുക്കുമ്പോഴായിരിക്കും നിധിയുടെ ഫോൺ കോൾ ഗൗതമിൻ്റെ ഫോണിലോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ നിധിയുടെ ഫോൺ കോളാണെന്ന് കാണുമ്പോൾ പോലീസ് അത് എടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ എൻ്റെ ഹസ്ബൻഡിനാണല്ലോ വിളിച്ചത്, ഇത് നമ്പർ മാറിയോ, നിങ്ങൾ ആരാ എന്ന് പറയുമ്പോൾ നമ്പറൊന്നും മാറിയിട്ടില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് ആരാ, ഗൗതമാണോ? ആ ഗൗതം തന്നെയാണ്, ഗൗതം സാറിനൊന്ന് കൊടുക്കൂ. അയ്യോ ഗൗതം സാർ വലിയൊരു ആക്സിഡൻറ്റിൽ പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനെന്ന് പറയാട്ടോ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഈ ഫോൺ എടുക്കുമ്പോൾ നിധിക്ക് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. നിധിക്ക് ഈ ഗൗതമിന് ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് നിധി പറയാണ്, പ്രണവ് വണ്ടി നിർത്ത്, എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, എനിക്ക് തലയ്ക്കൊരു പെരുപ്പം പോലെ, എന്തോ ആർക്കും ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിധി ഗൗതമിനെ ഫോൺ വിളിച്ചത്. അങ്ങനെ ഗൗതം ക്രിട്ടിക്കലാണെന്ന് പറയുമ്പോൾ ഗൗതം ഏത് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ SIയോട് ചോദിക്കുകയാണ്. പിന്നീട് പ്രണവായിരിക്കും സംസാരിക്കുക. അപ്പോഴേക്കും നിധി അലറി വിളിച്ച് കരയാണ് കേട്ടോ, എൻ്റെ ഗൗതം സാറിന് എന്ത് പറ്റി, അയ്യോ എൻ്റെ ഗൗതം സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ പ്രണവ് സമാധാനിപ്പിക്കാനേ, ഏട്ടത്തി ഇങ്ങനെ കരയല്ലേ, നമുക്ക് പോവാം, ഏട്ടന് ഒരു കുഴപ്പവും വരില്ല എന്ന് പറയാം കേട്ടോ.
പിന്നീട് നിധിക്ക് ഈ സമയം പാറു വിളിക്കുകയാണ്. അപ്പോൾ പാറു മോളെ എന്തായി, ശിവാനി അകത്തോട്ട് കയറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിധിയുടെ കരച്ചിലായിരിക്കും കേട്ടോ. അമ്മേ എൻ്റെ എന്ന് പറയുമ്പോൾ എന്താ മോളെ എന്തിനാ നീ കരയുന്നതെന്ന് പറയുമ്പോഴേക്കും പ്രണവ് പോകുമ്പോൾ അങ്ങനെ അമ്മേ നമ്മുടെ ഏട്ടന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, ഏട്ടൻ ഹോസ്പിറ്റലാണെന്നുള്ള ഒരു ഏട്ടൻ്റെ ഫോണിലോട്ട് വിളിച്ചപ്പോൾ SI പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന പാറുവിൻ്റെ കയ്യിൽ നിന്നും ഫോണങ്ങ് വീഴാണ്. അങ്ങനെ പാറു എൻ്റെ ഗൗതം മോൻ എന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോപിയും യാമിനിയും വസുന്ധരയൊക്കെ ഓടി എത്തുകയാണ്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വസുന്ധരയോട് പാറു പറയണേ നമ്മുടെ മോനെ അപകടം പറ്റിയിരിക്കുന്നു, അവനൊരു ആക്സിഡൻറ്റിലാണെന്ന് പറയുന്നു, ഇന്ന ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആകെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നുമോൻ എന്താ പറ്റിയത്, അവനെ എനിക്കിപ്പോൾ കാണാം, അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ഇറങ്ങാണ് കേട്ടോ. എന്നാൽ ഈ സമയം അവരങ്ങ് പോവുകയും ചെയ്തു. നിധി ആണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് തിരിക്കുന്നുണ്ട്. അങ്ങനെ നിധി പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് പൊട്ടി കരയാണ് കേട്ടോ. അങ്ങനെ ഗൗതമിനെ ഹോസ്പിറ്റലിൽ കയറ്റാണ്. അപ്പോൾ അവിടെ പറയാണ് ആക്സിഡൻ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരോട് പറയുമ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ആൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നോക്കുക, ആൾ കുറച്ച് ക്രിട്ടിക്കലാണ്, ചോര വല്ലാതെ വാർന്നിട്ടുണ്ട്, തലക്കാണ് പൊട്ടേറ്റിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് നോക്കിയെന്ന് ഡോക്ടർമാരോട് പറയണം കേട്ടോ. ഇതാരാണെന്ന് നിങ്ങൾക്കറിയില്ലേ, ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം അങ്ങനെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ഇപ്പുറത്ത് വസുന്ധരയും പാറുവും എല്ലാവരും വന്നിരിക്കുകയാണ്. അങ്ങനെ പാറു പറയാണ് എനിക്കെൻ്റെ മോനെ കാണണമെന്ന് പറയുമ്പോൾ പൾസൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലാണ്, പറയാൻ പറ്റില്ല, ഇപ്പോൾ കാണാനും പറ്റില്ല, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ പാറു അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. എൻ്റെ പൊന്നുമോൻ എന്താ സംഭവിച്ചത്, അവന് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ ഈശ്വര, എൻ്റെ കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മോനെ എനിക്കിപ്പോൾ കാണണം, എൻ്റെ മോന് എന്താ പറ്റിയത്, എൻ്റെ മോനൊരു കുഴപ്പമില്ലാതെ രാവിലെ പോയതാണല്ലോ, അവൻ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് കരയുമ്പോൾ അവിടെ പെട്ടെന്ന് വസുന്ധര അങ്ങ് കരച്ചിൽ തുടങ്ങും കേട്ടോ. വസുന്ധര എൻ്റെ മോനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് വസുന്ധര അങ്ങ് കരയുമ്പോൾ പാറു വന്നിട്ട് പറയാണ് നീ ഇങ്ങനെ കരയല്ലേ എന്ന് വസുന്ധരയോട് പറയാം. അപ്പോൾ എൻ്റെ മോനില്ലാത്ത ജീവിതം എനിക്കെന്തിനാ, ഞാൻ എൻ്റെ മോനിക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, അവനില്ലാതെ എനിക്ക് കഴിയില്ല, എൻ്റെ മോനല്ല അവന് എന്നൊക്കെ ഇങ്ങനെ വസുന്ധര പറയുമ്പോൾ പാറു പറയാണ് വസു നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എനിക്കത് താങ്ങില്ല, നിങ്ങളെല്ലാവരും കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഗൗതമിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനാവുന്നു, എന്നിങ്ങനെ പേടിപ്പെടുത്തല്ലേ എന്നൊക്കെ പറയുന്ന സമയത്താണ് കേട്ടോ ഗൗതമിൻ്റെ അടുത്തോട്ട് പ്രണവും നിധിയും ഓടി വരുന്നത്. അങ്ങനെ നിധി കരഞ്ഞും കൊണ്ട് ഓടി ഗൗതം സാറിന് എന്ത് പറ്റി പാർവതി എന്ന് പറഞ്ഞ് അങ്ങ് ഓടി വന്ന് ഔസിയിലോട്ട് അങ്ങ് ഇടിച്ച് കയറുമ്പോഴേക്കും അവിടെ വസുന്ധര അങ്ങ് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. നീ എങ്ങോട്ടടി പോകുന്നത്, അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ഭർത്താവിനെ കാണാം, ആര് നിൻ്റെ നിൻ്റെ ഭർത്താവിനേക്കാൾ എനിക്ക് വലുത് എൻ്റെ മോനാണ്, എൻ്റെ മോനെ നീ കാണാൻ പാടില്ല, അങ്ങനെ പറ്റില്ല, എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണണം. അപ്പോഴേക്കും നിധിയെ ഒരൊറ്റ ഇറങ്ങ് വസുന്ധര എറിയുമ്പോൾ നിധി ചെന്ന് വീഴാണ് കേട്ടോ. അങ്ങനെ നിധി ദേഷ്യത്തോടു കൂടി വസുന്ധരയെ നേരൊക്കെ കണ്ണും തുറിച്ചങ്ങ് വരുമ്പോൾ വസുന്ധര ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ.